ഹായ് ഡിയേഴ്സ്. ഇന്നിപ്പോൾ എന്താ കറി ഉണ്ടാക്കാന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രിഡ്ജിലൊരു കഷ്ണം വെള്ളരിക്ക ഇരിക്കണേണ്ടത്. അപ്പം ഇന്നത്തെ കറി എന്നാൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അതായത് നമുക്കൊരു മോര് കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു വെള്ളരിക്കയുടെ കഷ്ണം ചെറുതാക്കി നുറുക്കി ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ചേരുവകളൊക്കെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക് കീറിയതിട്ടു, പിന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇത് കുക്കറിൽ അടച്ച് വെച്ച് ഒരു 2 വിസിലടുപ്പിക്കുക. എന്നിട്ട് അത് ഓഫ് ചെയ്തിടുക. ഇനി നമുക്ക് അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തു. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവാണ് കേട്ടോ. തേങ്ങയൊക്കെ കുറച്ച് കൂടണമെങ്കിൽ വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇട്ടു. 1 ടീസ്പൂൺ പെരുംജീരകമാണ് ഇട്ടത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട്, കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല, കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി അത് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് പാകത്തിന് ഇരുന്നത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ട് തൈരും ചേർക്കാം. തൈരൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ. പുളി കൂടണോ കുറയ്ക്കണോ എന്നൊക്കെ അനുസരിച്ച് തൈര് ചേർത്തത്. പിന്നെ നല്ലപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഞാൻ ഉപ്പ് കുറവായതുകൊണ്ടാണ് വീണ്ടും ഉപ്പ് ചേർത്തത്. അത് നല്ലപോലെ തിളയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. ഇനി നമുക്കൊരു ചെറിയ പാൻ വെച്ചിട്ട് അതിൽ നമുക്കിത് കാച്ചി ഒഴിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് ഒരു നുള്ളു ഉലുവയും 2 വറ്റൽമുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയും ചേർത്ത് നമുക്ക് കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കാം കേട്ടോ. ഇപ്പം ഇതിങ്ങനെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പറായ നല്ല ടേസ്റ്റിയായ മോരുകറി റെഡി ആയിട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.